നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യ അങ്ങനെ വളരെ യുദ്ധഭീതിയിൽ നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ ഒട്ടും പിറകോട്ടല്ല. ഇറാൻ എത്ര മാറി നിന്നാലും മുൻപ് വിളിച്ച വെല്ലുവിളികളും മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇസ്രായേൽ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കുകയില്ല. അതിനൊക്കെ കൃത്യമായി തിരിച്ചടി ഞങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടയിൽ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ പൂർണ്ണമായി തകർത്തെറിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഇറാനിലെ പാർച്ചിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് എന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. വൻ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കുവാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ തന്നെ സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് അമേരിക്ക സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന റിപ്പോർട്ടിലൂടെ ഉള്ളത്. പാർച്ചിൽ ഇസ്രായേൽ താണ്ഡവമാടി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അതത്ര കണ്ട് അമേരിക്ക സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ നിമിഷം അമേരിക്ക അത് സ്ഥിരീകരിക്കുകയാണ്. അതിനർത്ഥം ഇറാനെ പൂർണ്ണമായും ഇറാന്റെ ആണവക്കോട്ടകളെ പൂർണ്ണമായും ആണവ ബുദ്ധികളെ പൂർണ്ണമായും ഇസ്രായേൽ കശക്കി എറിഞ്ഞു എന്ന വ്യക്തമാകുന്ന വാർത്തകൾ. ഒക്ടോബർ 26-ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് എന്ന് വ്യക്തമാവുകയാണ്. അന്നു മുതൽ തന്നെ കൃത്യമായ ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് ആരും അത്ര കണ്ട് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ ഒന്നടക്കം അത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴാണ് മലയാള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ശക്തി ഇറാന് കൃത്യമായി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ അറ്റാക്കിന് ശേഷം വലിയ രീതിയിലുള്ള അറ്റാക്കുകളൊന്നും തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കാത്തതെന്ന് വ്യക്തമാവുകയാണ്. ഇനി ഖൊമനേയി മരണപ്പെട്ടുവോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്കിൽ നിന്ന് 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത്. ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട്. 2003-ൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നു എങ്കിലും പിന്നീട് അത് രഹസ്യമായി തുടരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചു. അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഇസ്രായേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗചി പ്രതികരിക്കുകയാണ്. എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം ശരിവെക്കുന്നുമുണ്ട്. ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് ഈ തലേഗനിലെ 2 കെട്ടിടങ്ങളെന്നാണ് അമേരിക്കൻ ഇസ്രായേൽ അധികൃതർ ഉറപ്പിച്ചു പറയുന്നത്. തലേഗാനിൽ 2 കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയതായി ഈ സാറ്റലൈറ്റ് ചിത്രത്തിൽ വ്യക്തമായി തന്നെ കാണാം. ഹിസ്ബുള്ളയുമായി കരയുദ്ധം ശക്തമാക്കിയ ഇസ്രായേൽ ലബനാനിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ കടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ലബനൻ ഗ്രാമമായ ഈ ഷമായിൽ കുന്നിലാണ് ശനിയാഴ്ച പുലർച്ചെ സൈന്യം എത്തിയത്. ഹിസ്ബുള്ളയുടെ തിരിച്ചടി രൂക്ഷമായതോടെ സൈന്യം ഈ കുന്നിൽ നിന്ന് പിന്നീട് പിന്മാറുന്നതായും ലബനന്റെ ഔദ്യോഗിക നാഷണൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. 6 ആഴ്ച മുമ്പ് അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രായേൽ കരസേന ലബനന്റെ ഇത്രയും ഉൾഭാഗത്തേക്ക് എത്തുന്നത്. അതായത് മറുവശത്ത് ഇറാനെ തകർക്കുന്ന ഇസ്രായേലിനെ കാണുകയാണെങ്കിൽ അതിന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ മറുവശത്ത് ഇവിടെ ഇതാ കാണുന്നത് ലബനനെ പൂർണ്ണമായി പിടിച്ചുകെട്ടിയ ഇസ്രായേലിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഷാമ ഗ്രാമത്തിലെ ഷിമോൻ ദേവാലയവും നിരവധി വീടുകളും സ്ഫോടനത്തിൽ തകർത്തെറിയപ്പെട്ടു എന്നാണ് സൈന്യം പറയുന്നത്. അതിനുശേഷം സൈന്യം പിന്മാറിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതേസമയം തെക്കൻ ലബനാനിൽ പരിമിതമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നു. തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ ഭാഗത്തിലും തെക്കൻ ലബനാനിലും ഇസ്രായേൽ നിരവധി തവണ കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കരയുദ്ധം ശക്തമാക്കിയത്. ദാഹിയ, ഹരത് റീക്ക്, ഷിയാഹ്, തൈറേ തുടങ്ങിയ പ്രദേശങ്ങൾ തുടർച്ചയായ 5-ാം ദിവസവും കെട്ടിടങ്ങളിൽ ബോംബിട്ടു. നബാദിയയിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 മെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിടെ ലബനനിൽ വിവിധയിടങ്ങളിലായി 59 പേരുടെ ജീവൻ പൊലിഞ്ഞതായും 182 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. ട്രംപ് നിയുക്ത പ്രസിഡന്റായി അധികാരമേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ നിയുക്ത പ്രസിഡന്റാണ് ട്രംപ്. ഈ ഘട്ടത്തിൽ തന്നെ
വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾക്കാണ് ഏറ്റവും കൂടുതലും പ്രാധാന്യം കൊടുത്തത്. ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ ഇലോൺ മസ്ക്, അതുപോലെ തന്നെ ട്രംപിന്റെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന പദവി അടക്കം ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്ന ഇലോൺ മസ്ക് ഇറാന്റെ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്തു എന്ന കാര്യം ഏറെ ശ്രദ്ധയോടുകൂടിയാണ് ഇസ്രായേൽ അടക്കമുള്ളവർ കണ്ടതും കേട്ടതും. ഈ ഘട്ടത്തിൽ 2016 ഒരു ട്രംപ് അല്ലാതെ ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് ഇറാനെ കൊണ്ടുവരാനുള്ള സാധ്യതയാണോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും നേരത്തെ തന്നെ പലരും ചോദിച്ച ചോദ്യം, പല യുദ്ധ വിദഗ്ധന്മാരും ചോദിച്ച ചോദ്യമായിരുന്നു, ഈ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഒരു മേശയ്ക്കപ്പുറം ഖമനേയും അതുപോലെ തന്നെ നെതന്യാഹുവും ഒക്കെ തന്നെ ചർച്ച നടത്തുമോ എന്നടക്കമുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. എന്തായാലും ഇറാന്റെ ആണവക്കോട്ട പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. പാർച്ചിലാണ് സത്യത്തിൽ ഇസ്രായേൽ ഇറാനുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ലെബനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെബനനും പൂർണ്ണമായി പിടിച്ചെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വളരെ ഉൾപ്രദേശങ്ങളിലേക്ക്, തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ശക്തമായ തിരിച്ചടികൾ നടക്കുന്നു. എന്തായാലും ഓരോ മണിക്കൂറുകളും വളരെ നിർണായകമാണ്. വരും മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഏതായാലും പുറത്തുവരും.